ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിലെ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അക്കാഡ് ISO DWT. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 2D വർക്ക് സ്പേസ് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് 3D വർക്ക് സ്പേസ് ആണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ അൺസേവ്ഡ് വ്യൂവിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റാണ് നാം 3D ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നാം ഇപ്പോൾ വേൾഡ് വ്യൂവിലാണ് UCS കിടക്കുന്നത്. നാം ഇത് റൈറ്റ് UCS ആക്കണം. റൈറ്റ് വ്യൂവിലേക്ക് UCS റൈറ്റ് UCSിലേക്ക് ആക്കാം. വേൾഡിൽ ചെന്ന് റൈറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഈ ഗ്രിഡ് നമുക്ക് ഒഴിവാക്കാം. ഓർത്തോ ഓൺ ചെയ്യാം. ഓർത്തോ മോഡ് ഓൺ ചെയ്യാം. ആദ്യം നമുക്ക് ഡയമീറ്റർ 30, ഡയമീറ്റർ 15 ഇങ്ങനെ 2 സർക്കിളുകൾ നമുക്ക് ഡ്രോ ചെയ്യാം. സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. സർക്കിൾ കമാൻഡ് ക്ലിക്ക് ചെയ്ത ശേഷം സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഡയമീറ്റർ 30 സെൻറ്റർ, ശേഷം സെൻറ്റർ ഡയമീറ്റർ 15 എടുക്കാം. ഇനി ഈ പുറത്തുള്ള സർക്കിളിൻ്റെ ഈ ക്വാഡ്രൻറ്റിൽ നിന്ന് നമുക്ക് 30 യൂണിറ്റിലേക്കുള്ള ഒരു ലൈൻ വരക്കാം. അവിടെ നിന്ന് പിന്നെയും 30 യൂണിറ്റിലേക്ക് ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. ഈ ക്വാഡ്രൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് 30 യൂണിറ്റിലേക്ക് 30 എൻ്റർ. ഇങ്ങോട്ടും 30 യൂണിറ്റിലേക്ക് 30 എൻ്റർ. ഇനി ഈ ക്വാഡ്രൻറ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. എസ്കേപ്പ് ചെയ്യുക. ഇനി ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഈ സർക്കിളിൻ്റെ ട്രിം കമാൻഡ് ഉപയോഗിക്കാം. ട്രിമിൻ്റെ ഷോർട്ട് കട്ട് TR ആണ്. TR എൻ്റർ എൻ്റർ. ഇനി ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്യാം. എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ നടുവിലായി 2 യൂണിറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കണം. ആ സ്പേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ഇവിടെ ഒരു ലൈൻ വരച്ച് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക. ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഈ എൻഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ഓഫ്സെറ്റ് ചെയ്യുക. 2 യൂണിറ്റ് അപ്പുറം ഇപ്പുറം 2 യൂണിറ്റ് ആകുമ്പോൾ ഇപ്പുറം 1 യൂണിറ്റും ഇപ്പുറം 1 യൂണിറ്റും. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് കട്ട് O ആണ്. O എൻ്റർ 1 എൻ്റർ. 1 യൂണിറ്റ് എൻ്റർ. ഈ വശത്തേക്ക് 1, ഇവിടേക്കും 1. എസ്കേപ്പ് ചെയ്യുക. ഇനി അകത്തുള്ള ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ, ഹോൾ ഉണ്ടാക്കാനായിട്ട്. ഇനി ട്രിം ചെയ്യാം. നമുക്ക് TR എൻ്റർ എൻ്റർ. TR ആണ് ഷോർട്ട് കട്ട് ട്രിമിൻ്റെ. ഇനി ഇത് ട്രിം ചെയ്യാം.
ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു ഹോള് പോലെ അതിലുണ്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്താണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് 55 യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 30 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ വരക്കാം. കാരണം ഇതാകെ 60 യൂണിറ്റ് ആണ്, അതിൻ്റെ പകുതി ഇങ്ങോട്ട് 30 യൂണിറ്റ്. ട്രാക്കിംഗ് 55 യൂണിറ്റിലേക്ക്, ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് 55 യൂണിറ്റ്, അവിടെ നിന്ന് 30 യൂണിറ്റിലേക്കുള്ള ലൈൻ. അപ്പോൾ ലൈൻ കമാൻഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 55 ട്രാക്ക് ചെയ്യുക. ഇനി 30 യൂണിറ്റിലേക്ക് ലൈൻ വരയ്ക്കാം. 30 എൻ്റർ. 30 യൂണിറ്റിലേക്ക് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് ആ ലൈൻ 25 യൂണിറ്റിലേക്കാണ്. അപ്പോൾ ഇങ്ങോട്ട് 25 യൂണിറ്റിലേക്ക് ലൈൻ വരയ്ക്കാം. 25 എൻ്റർ. ഇനി ഈ ഭാഗത്തേക്ക് 30 യൂണിറ്റ് ആണ്. കാരണം 120 ടോട്ടൽ 120 മൈനസ് 60 എന്ന് പറയുന്നത് 60 ആണ്. ഇത്രയും 60 ആണ്. ഈ ഭാഗം 60 ആണ്. 60ൻ്റെ പകുതിയാണ് ഇത്രയും ഭാഗം 30. ഇപ്പോഴും അതിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ 60ൻ്റെ പകുതി എന്ന് പറയുന്നത് ഇത് 30 തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇനിയും 30 യൂണിറ്റിലേക്ക് നമുക്ക് ലൈൻ വരയ്ക്കാം. 30 യൂണിറ്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. 30 എൻ്റർ. ഇനി 25 തന്നെ, ഇത്രയും തന്നെ 25 എൻ്റർ. എൻ്റർ. അപ്പോൾ നമുക്ക് ഈ ഭാഗം 25 അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തന്നെ ഇപ്പുറത്തും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ 30 25 30 25 ലൈൻ എടുക്കുക. ലൈൻ കമാൻഡ് എടുക്കുക. 30 then 25. ഇനി 30 ഇനി 25 എൻ്റർ. ഇനി നമുക്ക് ഈ ലൈൻ ഈ സർക്കിളിൻ്റെ ഔട്ടർ സർക്കിളിൻ്റെ ക്വാഡ്രൻറ്റിൽ ജോയിൻ ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. ഇനി ഒരു ലൈൻ എടുക്കുക. ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഈ ക്വാഡ്രൻറ്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പ്രസ് പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ 2 സർക്കിൾ കൂടി ഈ ഭാഗത്ത് വരക്കണം. ഈ സർക്കിൾ വരക്കാനായിട്ട് നമുക്ക് ഈ ലൈനും ഓഫ്സെറ്റ് ചെയ്യണം. നടുവിലേക്ക് ഓഫ്സെറ്റ് ചെയ്യണം. ഇതിൻ്റെ നടുവിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് കട്ട് O ആണ്. O എൻ്റർ. ഈ ലൈൻ നമുക്ക് ആദ്യം ഓഫ്സെറ്റ് ചെയ്യുക. അതിന് ഫസ്റ്റ് പോയിന്റ് ഇത് ഈ ലെങ്ത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് എടുക്കുക. മിഡിൽ പോയിന്റ് എടുക്കുക. ഇനി ഇത് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പം മിഡിലിൽ തന്നെ അത് ഓഫ്സെറ്റായി. ഇനി ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ഈ മിഡിൽ പോയിന്റ് ആയിട്ട് എടുക്കുക. ഇനി ഇത് സെലക്ട് ചെയ്യുക. ഈ ലൈൻ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ മിഡിൽ പോയിന്റിൽ നമുക്ക് മിഡിൽ പോയിന്റ് കിട്ടുക. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യാൻ ഈ ഫസ്റ്റ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഈ മിഡിൽ പോയിന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഈ ലൈൻ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനിയും നമുക്ക് ഈ ലൈനും ഓഫ്സെറ്റ് ചെയ്യണം. ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ഇതിൻ്റെ മിഡിൽ പോയിന്റ് ആയിട്ട് എടുക്കുക. ദെൻ ഈ ലൈൻ അങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ശരിക്കും അത് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സർക്കിൾ വരക്കാം നമുക്ക്. അത് 10
ഡയമീറ്ററുള്ള സർക്കിളുകളാണ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്നത്. 10 ഡയമീറ്റർ. 10 ഡയമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കാം. സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 10 എൻ്റർ. ഇനി ഇവിടെയും സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 10 എൻ്റർ. ഈ ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് പ്രസ് പുൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഓബ്ജക്റ്റായി തീർന്നു. ഇനി ആദ്യം ഇത് പ്രസ് പുൾ ചെയ്യുക. ഇത് 10 യൂണിറ്റിലേക്ക് നമുക്ക് പ്രസ് പുൾ ചെയ്യാം. ശേഷം ഇത് 30 യൂണിറ്റിലേക്കും പ്രസ് പുൾ ചെയ്യാം. ആദ്യം 10 യൂണിറ്റിലേക്ക് പ്രസ് പുൾ കമാൻഡ് എടുക്കുക. പ്രസ് പുൾ കമാൻഡ് ഇതാണ്, എടുക്കുക. ഈ ഭാഗം സെലക്ട് ചെയ്യുക, അകത്ത് സെലക്ട് ചെയ്യുക, 10 എൻ്റർ. ഇപ്പോൾ നമ്മൾ 2D വയർ ഫ്രെയിമിലാണിത് കാണുന്നത്. നമുക്കിനി ഇത് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് ആക്കാം. ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക്. ഇനി ഇതും നമുക്ക് പ്രസ് പുൾ ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇത് 30 യൂണിറ്റിലേക്കാണ്, 30 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, 30 എൻ്റർ. ഇനി എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം, ഈ ഓബ്ജക്റ്റ് നമുക്ക് 10 യൂണിറ്റ് ബാക്കിലേക്ക് മൂവ് ചെയ്യണം. 10 യൂണിറ്റ്, ശരിക്കും 10 യൂണിറ്റ് മൂവ് ചെയ്താണ് ഇവിടെയാണ് ആ ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ മൂവ് കമാൻഡ് എടുക്കുക. മൂവിൻ്റെ ഷോർട്ട്കട്ട് എം ആണ്. എം എൻ്റർ. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇതാണ്, എൻ്റർ ചെയ്യുക. ഇവിടെ ബേസ് പോയിന്റ് ആയിട്ട് എടുക്കുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, 10 എൻ്റർ. 10 യൂണിറ്റിലേക്ക് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് യൂണിയൻ ചെയ്യാം. ഈ രണ്ട് ഒബ്ജക്റ്റുകളാണ് ഇത് രണ്ടും, അത് രണ്ടും യൂണിയൻ ചെയ്യാം. അപ്പോൾ യൂണിയൻ കമാൻഡ് എടുക്കുക. ഇതാണ് യൂണിയൻ കമാൻഡ്, സോളിഡ് യൂണിയൻ. പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഈ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഒറ്റ ഒബ്ജക്റ്റായി തീർന്നു. ഇനി നമുക്ക് ഈ ലൈനുകൾ എറേസ് ചെയ്ത് കളയണം. അതിന് എറേസ് കമാൻഡ് ഉപയോഗിക്കുക. എറേസിൻ്റെ ഷോർട്ട്കട്ട് ഇ ആണ്. ഇ എൻ്റർ. ഫുൾ ആദ്യം സെലക്ട് ചെയ്യുക, ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓബ്ജക്റ്റ് ഒഴിവാക്കാനായിട്ടാണ്. ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ആ ലൈനുകളെല്ലാം എറേസ് ചെയ്ത് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്. അത് ഫ്രണ്ട് യൂസിയസിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ റൈറ്റ് യൂസിയസിലാണ് ചെയ്തിരുന്നത്. ഇനി ഫ്രണ്ട് യൂസിയസിലേക്ക് ആക്കാം. ഇതിപ്പോൾ റൈറ്റ് യൂസിയസിലാണ്. ഈ അൺനെയിംഡ് കോംബോ കൺട്രോളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഭാഗത്താണ് ഈ സെൻറ്റർ കണ്ടുപിടിക്കണം. ഈ സർക്കിൾ വരക്കാൻ ഈ സെൻറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ എഡ്ജും അകത്തേക്ക് കോപ്പി ചെയ്യണം. അത് ഈ എഡ്ജ് ഇങ്ങോട്ട് 15 യൂണിറ്റിലേക്കും ഈ എഡ്ജ് 10 യൂണിറ്റിലേക്കും കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി എഡ്ജസ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ എക്സ്ട്രാക്ട് എഡ്ജസ് എന്ന് പറയുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്യണം, എക്സ്ട്രാക്ട് എഡ്ജസ്. എന്നിട്ട് കോപ്പി എഡ്ജസ് സെലക്ട് ചെയ്യുക. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക ആദ്യം, ഈ എഡ്ജ് എൻ്റർ ചെയ്യുക. ഇവിടെ ബേസ് പോയിന്റ് എടുക്കുക, ഡ്രാഗ് ചെയ്യുക, 15 എൻ്റർ. ഇനിയും ഈ കോപ്പി എടുക്കുക, ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, ഈ എഡ്ജ് എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് എടുക്കുക, ഡ്രാഗ് ചെയ്യുക,
10 എൻ്റർ. അപ്പം നമുക്ക് ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ സർക്കിൾ വരക്കാം. ആ സർക്കിൾ 6 യൂണിറ്റ് ഡയമീറ്ററുള്ളതാണ്. 6 ഡയമീറ്ററുള്ള സർക്കിളാണ്. അപ്പം സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 6 എൻ്റർ. അപ്പം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലൈൻ ഒഴിവാക്കണം. നമുക്ക് പ്രസ് ചെയ്യണമെങ്കിൽ ഈ ലൈൻ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് എളുപ്പ വഴി ഷെയ്ഡഡ് വിത്ത് എഡ്ജസിൽ നിന്ന് 2D വയർ ഫ്രെയിമിലേക്ക് തൽക്കാലത്തേക്ക് നമുക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഈ 2 ലൈനുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നേരിട്ട് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് പോകാം. ഇനി ഇത് പ്രസ് ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക, ഈ സർക്കിളിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അത് പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ, ഇതാണ്, ഈ ഭാഗത്താണ്. ഇപ്പം ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത്. അത് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർച്ച് കിട്ടില്ല, ആർച്ചുള്ള രീതിയിൽ തന്നെ കിട്ടണം. ഇതിന് ആർച്ച് കൃത്യമായിട്ട് ആർച്ച് കിട്ടണമെങ്കിൽ നമുക്ക് വേറെ ആയിട്ടത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും നമുക്ക് നോക്കാം. ഈ ഭാഗം ഇത്രയും 10 യൂണിറ്റാണ്. ഇത്രയും എത്രയാണ് ടോട്ടൽ? ഇവിടെ നിന്ന് 55ആണ്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 55 യൂണിറ്റാണ്. 55ൽ നിന്ന് ഇത്രയും 15 യൂണിറ്റാണ്. 55ൽ നിന്ന് 15 യൂണിറ്റ് പോയാൽ 40 യൂണിറ്റാണ് ഇവിടെ നിന്ന്. ഇത്രയും ഭാഗം 40 യൂണിറ്റാണ്. അപ്പം 40 യൂണിറ്റിൻ്റെയാണ് ഇത്രയും ഭാഗം. ഇത്രയും ഭാഗം 10 യൂണിറ്റ്. അങ്ങനെ നമുക്ക് വരച്ചെടുക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ ഒരു സർക്കിൾ, ഈ സർക്കിൾ ആദ്യം വേറെ ക്രിയേറ്റ് ചെയ്യുക. 30 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ആ സർക്കിൾ കമാൻഡ് ഉപയോഗിക്കുക, സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. നമ്മൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് റൈറ്റ് യൂസേഴ്സിലാണ്. റൈറ്റ് യൂസേഴ്സ് സെലക്ട് ചെയ്യുക, റൈറ്റ് യൂസേഴ്സിൽ എടുക്കുക. ഇനി എടുക്കുക, സർക്കിൾ 30 ഡയമീറ്ററിലെ സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 30 എൻ്റർ. ഇനി ഇവിടെ നിന്ന് നമുക്ക് 55 യൂണിറ്റിൽ ഒരു ലൈൻ വരക്കാം. 55 യൂണിറ്റിലാണ് ഇവിടെ നിങ്ങൾ ഇവിടെ വരിക. അപ്പോൾ 55 യൂണിറ്റിലേക്ക് ലൈൻ നമുക്ക് വരക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 55 എൻ്റർ ചെയ്യാം. ഇനി ഇത് 10 യൂണിറ്റാണ് ഇപ്പുറം വേണ്ടത്. അപ്പോൾ നമുക്ക് 5 യൂണിറ്റ് ഇങ്ങോട്ടും 5 യൂണിറ്റ് അങ്ങോട്ടും നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് ഓ എൻ്റർ, 5 എൻ്റർ. 5 യൂണിറ്റ് ഇങ്ങോട്ട് 5 യൂണിറ്റ് ഇങ്ങോട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യും. ഇനി ട്രിം ചെയ്യണം നമുക്ക്. അതിനു മുമ്പ് ഇത് ഇവിടെ ഒരു ലൈൻ എടുത്ത് ഈ ലൈൻ നമുക്ക് യോജിപ്പിക്കാം. ഇനി അകത്ത ഈ ലൈൻ നമുക്ക് ഒഴിവാക്കാം, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ട്രിം ചെയ്യണം. ഈ ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്, ഇത്രയും ഭാഗം. അതിന് ട്രിം കമാൻഡ് ഉപയോഗിച്ച് ട്രിം ചെയ്യാം. TR എൻ്റർ എൻ്റർ. ഇതും ട്രിം ചെയ്യാം. അപ്പോൾ ഈ ഭാഗം നമുക്ക് കിട്ടി. ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ സർക്കിളൊക്കെ ഉപയോഗിച്ചത്, സർക്കിൾ വരച്ച് ഉപയോഗിച്ചത്. ഇനി ഇത് എത്രയാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്? 10 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യുക. പ്രസ് പുൾ കമാൻഡ് എടുക്കുക, ഇത് സെലക്ട് ചെയ്യുക, 10 എൻ്റർ. ഇപ്പോൾ 10 യൂണിറ്റിലേക്ക് നമ്മൾ പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു.
ഇതിപ്പോൾ നമുക്ക് 40 യൂണിറ്റ് ആണ്, നമുക്ക് അറിയാൻ പറ്റുമോ? കൃത്യമായിട്ട് 40 യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ലൈൻ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് പകുതിയാക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെയും സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഈ പകുതി ഭാഗം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കണം. ലൈൻ കമാൻഡ് ഉപയോഗിക്കുക, ഇവിടെയും സെലക്ട് ചെയ്യുക. ഇനി ഈ പകുതി ഭാഗം നമുക്ക് ഒഴിവാക്കാം. അതിന് പ്രസ് ഉപയോഗിച്ച് ഈ പകുതി ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് നമുക്കിവിടെ മൂവ് ചെയ്താൽ മതിയാവും. അപ്പോൾ മൂവ് ചെയ്യുക, ഈ ഭാഗം നമുക്ക് മൂവ് ചെയ്യാം. മൂവ് കമാൻഡ് ഉപയോഗിക്കുക, എം എൻ്റർ, സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുക, സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ കൃത്യമായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ എടുത്തതിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള ഈ ആർച്ച് കിട്ടിയാണ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്പേസ് വരും. അപ്പോൾ കൃത്യമായിട്ട് അത് കൃത്യമായി കഴിഞ്ഞ് അതിന് ജോയിൻ ചെയ്ത് കൃത്യമായ ഒരു ഒബ്ജക്റ്റ് ആയി കഴിഞ്ഞിരുന്നു. ഇനി നമുക്കിത് യൂണിയൻ ചെയ്യാം. യൂണിയൻ കമാൻഡ് എടുത്ത് യൂണിയൻ ചെയ്യാം. യൂണിയൻ കമാൻഡ് എടുക്കുക, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒറ്റ ഒബ്ജക്റ്റ് ആയി തീർന്നു. ഇനി വേറെ ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് നോക്കാം. ഈ ഭാഗത്ത് റേഡിയസ് 10 കാണിക്കുന്നുണ്ട്. അതായത് ഇത് ഫില്ലറ്റ് ചെയ്ത് 10 റേഡിയസിൽ ഫില്ലറ്റ് ചെയ്യണം ഈ എഡ്ജുകൾ. അപ്പോൾ ഇപ്പുറത്തെ എഡ്ജും അങ്ങനെ ഫില്ലറ്റ് ചെയ്യേണ്ടി വരും. ഈ 2 എഡ്ജും ഫില്ലറ്റ് ചെയ്യണം 10 റേഡിയസിൽ. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുക. ഫില്ലറ്റ് എഫ് ആണ് ഷോർട്ട്കട്ട്, എഫ് എൻ്റർ. ഇനി 10 ആണ് ആർ, അപ്പോൾ റേഡിയസ് ആർ എൻ്റർ, 10 എൻ്റർ, റേഡിയസ് 10. ഇനി എഡ്ജ് സെലക്ട് ചെയ്യാം. ഈ എഡ്ജാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി 2 പ്രാവശ്യം എൻ്റർ ചെയ്യണേ. എഡ്ജുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം എൻ്റർ ചെയ്യണം. എൻ്റർ. അപ്പോൾ അവിടെ അത് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോഴത്തെ എഡ്ജ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം. പക്ഷെ അതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം ഇത് SE ഐസോമെട്രിക്കിലാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഇനി അത് NE ഐസോമെട്രിക്കിലായാലും അതിൻ്റെ ബാക്ക് പോർഷൻ, ഈ ഭാഗത്തിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് തൽക്കാലത്തേക്ക് SE ഐസോമെട്രിക് സെലക്ട് ചെയ്ത് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം NE ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടി. അപ്പോൾ നമുക്ക് ഈ എഡ്ജ് നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. ഫില്ലറ്റ് എഫ് എൻ്റർ, റേഡിയസിന് ആർ എൻ്റർ, റേഡിയസ് 10 ആണ്. റേഡിയസ് 10 ആണ്. അപ്പോൾ 10 എൻ്റർ. ഇനി 10 എൻ്റർ. ഇനി ഇത് നമുക്ക് സെലക്ട് ചെയ്യുക, ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, ഡബിൾ എൻ്റർ വേണം എഡ്ജുകൾ ഫില്ലറ്റ് ചെയ്യാൻ. എൻ്റർ. ഇപ്പോൾ അവിടെയും നമ്മൾ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് NE ഐസോമെട്രിക്കിൽ നിന്ന് SE ഐസോമെട്രിക്കിലേക്ക് ചെയ്യാം. ഇപ്പം കൃത്യമായിട്ട് SE ഐസോമെട്രിക്കിലായി നമ്മൾ എല്ലാവരും കൃത്യമായി ചെയ്ത് കഴിഞ്ഞു. നോക്കാം, ഈ ഓബ്ജക്റ്റ് കൃത്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേ ഓബ്ജക്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൂം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് നമുക്ക് കൃത്യമായിട്ട്
ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കളർ ചെയ്യാം. ഈ ഒബ്ജക്റ്റിനെ കളർ ചെയ്യണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ കളർ ബൈ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ നമുക്ക് എടുക്കാം. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഏത് കളർ വേണമെങ്കിലും എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കാം. ഇനി എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ ഈ കളറിൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. കൃത്യമായി നമ്മൾ ഈ ഒബ്ജക്റ്റ് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.